പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ വേവ് ആണ്, ഓൾസോ ഷോസ് ദ പാർട്ടിക്കിൾ നേച്ചർ. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് ലൈറ്റ്, എക്സ്റേസ്, അതെല്ലാം റേഡിയേഷനാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത് വേവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് ദ പാർട്ടിക്കിൾ നേച്ചർ, പാർട്ടിക്കിളിൻ്റെ നേച്ചറും കൂടിയും കാണിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞ എക്സ്പെരിമെൻ്റ് പ്രകാരമാണ് എന്താണ് റേഡിയേഷൻസിന് പാർട്ടിക്കിളിൻ്റെ നേച്ചറും കൂടിയും ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ലൈറ്റിൻ്റെ ഒരു സോഴ്സാണ്. ഓക്കെ ആണല്ലോ, ലൈറ്റിൻ്റെ ഒരു സോഴ്സാണ്. ഇവിടെ ഞാനൊരു മെറ്റാലിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വല്ല സിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേറ്റ്, മെറ്റാലിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റിൻ്റെ ഒരു സോഴ്സാണ്. ഇത് കുറച്ചും കൂടി ഹൈ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷനാണ് എമിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ലൈക്ക് അൾട്രാ വയലറ്റ് ലൈറ്റ്, എക്സ്റേസ് പോലെയുള്ള ഹൈ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷനാണ് ഇത് എമിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഈ മെറ്റാലിക് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇലക്ട്രോൺ എമിഷൻ നടക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് അത്യാവശ്യം ഫ്രീക്വൻസി ഉണ്ടാവണം. ഈ വരുന്ന റേഡിയേഷന് നല്ലൊരു ഫ്രീക്വൻസി ഉണ്ടാവണം. അൾട്രാ വയലറ്റ്, എക്സ്റേസ് പോലെയുള്ള റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇൻറ്റൻസിറ്റി അഥവാ ബ്രൈറ്റ്നെസ്, ഈ റേഡിയേഷൻ്റെ ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. സോ ദ മോർ ഇൻറ്റൻസിറ്റി റിസൾട്ട്സ് ഇൻ മോർ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അത് വേവ് നേച്ചർ വെച്ചിട്ട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ലൈറ്റ് ഇങ്ങനെ പോവാണ്. ഈ വേവ് നേച്ചർ വെച്ചിട്ട് നമുക്ക് ഈ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കിൾ നേച്ചർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദ മോർ ഇൻറ്റൻസിറ്റി റിസൾട്ട്സ് ഇൻ മോർ ഇലക്ട്രോൺ എമിഷൻ അല്ലേ. അപ്പോൾ ലൈറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ എനർജി പാക്കറ്റ്സ്. ഒരു എനർജി പാക്കറ്റ്സിൻ്റെ ഒരു ഫ്ലോയാണ് ലൈറ്റ്. ഇറ്റ് ഹാസ് വേവ്, ഇറ്റ് മൂവ് ലൈക്ക് എ വേവ്. ഓരോ എനർജി പാക്കറ്റും വേവ് പോലെയാണ് മൂവ് ചെയ്യുന്നത്. each energy packets are said to be photons. ഈ ഓരോ എനർജി പാക്കറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺസ്. ഓരോ ഫോട്ടോൺസിനും അതിൻ്റേതായ എനർജി ഉണ്ട്. എല്ലാ ഫോട്ടോൺസിനും ഒരേ എനർജിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോർ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ദ മോർ ഇൻറ്റൻസിറ്റി മീൻസ് ദ മോർ ഫോട്ടോൺസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദ മോർ ഇൻറ്റൻസിറ്റി മീൻസ് ദ മോർ ഫോട്ടോൺസ്. Each photon responsible for emission of a single electron. Each photon is responsible for the emission of a single electron. ഓക്കെ ആണോ? അപ്പോൾ ദ മോർ ഫോട്ടോൺസിൻ്റെ എണ്ണം ഡബിളാക്കി കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ ഡബിളാക്കാൻ പറ്റും. ഫോട്ടോൺസിൻ്റെ എണ്ണം അതായത് ബ്രൈറ്റ്നെസ് 3 ഇരട്ടിയാക്കി കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ 3 ഇരട്ടിയാക്കാം. അത് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. എക്സ്പെരിമെൻറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് അതായത് ഇൻറ്റൻസിറ്റി അങ്ങനെയും പറയാം. ഇൻറ്റൻസിറ്റി മീൻസ് ദ മോർ ഫോട്ടോൺസ്. ഈച്ച് ഫോട്ടോൺ റെസ്പോൺസിബിൾ ഫോർ ദ എമിഷൻ ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ. അപ്പോൾ ഓരോ ഫോട്ടോണിനും എനർജി ഉണ്ട്. എനർജി ഉള്ളതുകൊണ്ടാണല്ലോ ഇലക്ട്രോൺസിന് അത് ഇവിടുന്ന് അല്ലേ എമിറ്റ് ചെയ്യുന്നത്, സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് റേഡിയേഷൻ മൂവ് ലൈക്ക് എ വേവ്. അതായത് നമ്മളെ ലൈറ്റ് എല്ലാം എന്താണ് ഒരു വേവ് ആയിട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എനർജി പാക്കറ്റ്സ്. ഈച്ച് എനർജി പാക്കറ്റ് മൂവ് ലൈക്ക് എ വേവ്. ഓരോ എനർജി പാക്കറ്റും വേവായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റേഡിയേഷൻ ഡ്യുവൽ നേച്ചറാണുള്ളത്. വേവ് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട്. ഓരോന്നിനെയും പറയുന്ന പേര് ഫോട്ടോൺസ്. ഇവിടെ ശ്രദ്ധിക്കുക,
അപ്പോൾ കണ്ടില്ലേ, ഫോട്ടോൺസിൻ്റെ ഒരു എമിഷനാണ് ലൈറ്റ്, റേഡിയേഷൻസ്. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൽ ആദ്യത്തെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയാണ്. ആദ്യത്തത് ഫ്രീക്വൻസി ഉണ്ടാവും. ഓരോ എനർജി പാക്കറ്റ്, അതായത് ഫോട്ടോൺസ്, മൂവ് ലൈക്ക് എ വേവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എനർജി പാക്കറ്റ്, അതായത് ഫോട്ടോൺസിനും അവരുടേതായ ഫ്രീക്വൻസി ഉണ്ട്. എല്ലാവർക്കും ഒരേ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഡിനോട്ട് ബൈ മ്യൂ. ഓക്കെ ആണല്ലോ. ഈ എനർജി പാക്കറ്റ് വേവ് ആയിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീക്വൻസി ഓഫ് എ ഫോട്ടോൺ ഈസ് മ്യൂ ആൻഡ് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ. ഇത് വേവ് ആയിട്ടാണ് ഓരോ ഫോട്ടോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേവ് ലെങ്ത് ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസുകളാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്പീഡ് ഓഫ് ഈച്ച് ഫോട്ടോൺസ്. ഈ ഫോട്ടോൺസിൻ്റെ പ്രൊപ്പഗേഷനാണ് റേഡിയേഷൻ. സ്പീഡ് ഓഫ് ഈച്ച് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു സി. ഏതാണെന്നറിയാമോ? സി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ലൈറ്റിൻ്റെ സ്പീഡില്ലേ ഇൻ വാക്യൂം. സ്പീഡ് ഓഫ് ഈച്ച് ഫോട്ടോൺ ഇൻ വാക്യൂം ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തത്, ഇത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. ഓക്കെ, ലാംഡ മ്യൂ ഈക്വൽ ടു സി എന്നാണ് ഫോർമുല. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, മ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ലാംഡ ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ റേഡിയേഷൻ വിച്ച് ഈസ് സി. ഓക്കെ, അപ്പോൾ ലാംഡ തന്നാൽ നമുക്ക് മ്യൂ കാണാം, മ്യൂ തന്നാൽ ലാംഡ കാണാം. സി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഓക്കെ, ഇനി അടുത്തത് എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഫോട്ടോൺസും എനർജി പാക്കറ്റാണ്. ഈ എനർജി ഉള്ള ഫോട്ടോൺസ് വന്ന് ഇവിടെ ഇടിക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് തെറിച്ച് പോകുന്നത്. അപ്പോൾ ഈച്ച് ഫോട്ടോൺ ഹാസ് എനർജി. എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഈക്വൽ ടു, ബൈ ഹാർട്ടാക്കുക, എങ്ങനെ വന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ടാക്കുക. എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഈക്വൽ ടു എച്ച് ഇൻറ്റു മ്യൂ. ഓരോ ഫോട്ടോൺസിനും എനർജി ഉണ്ട്. Energy of a photon is equal to h into mu. H is a constant, mu is the frequency. അപ്പോൾ എച്ചിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പേര് അറിഞ്ഞിരിക്കണം. H is said to be, H is a fixed number called Planck constant. അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ആക്കണം. 6.63 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ജൂൾ സെക്കൻഡ് ആണ്. ഇത് മെമ്മറൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈച്ച് ഫോട്ടോൺ ഹാസ് എനർജി എച്ച് മ്യൂ. അപ്പോൾ 10 ഫോട്ടോൺസാണ് എമിറ്റ് ചെയ്യണമെങ്കിൽ 10 ടൈംസ് എച്ച് മ്യൂ ആയിരിക്കും അല്ലേ. ഇവിടുന്ന് അല്ലേ, ഇവിടെ ലൈറ്റ് സോഴ്സിൽ നിന്ന് 10 ഫോട്ടോൺസാണ് എമിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആകെ എനർജി 10 ടൈംസ് എച്ച് മ്യൂ ആയിരിക്കും. കാരണം ഒരു ഫോട്ടോൺസിൻ്റെ എനർജി എച്ച് മ്യൂ. അങ്ങനെ 10 ഫോട്ടോൺസ് എമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ടൈംസ് എച്ച് മ്യൂ എനർജിയാണ് ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്നത്. റേഡിയേഷൻ്റെ എനർജി എമിറ്റ് ചെയ്യുന്നു. ഇനി ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. ഈ ലൈറ്റിൻ്റെ സോഴ്സിൽ നിന്ന് ഒരു സെക്കൻഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണമാണ് n. എവ്രി ടൈം ഇതിങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫോട്ടോൺസ്. ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്? സപ്പോസ് n ഫോട്ടോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ സോഴ്സ് ഇൻ 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര എനർജി എമിറ്റ് ചെയ്തെന്ന് പറയാം? റേഡിയേഷന് ഒരു എനർജി ഉണ്ടല്ലോ. ഒരു സെക്കൻഡിൽ n ഫോട്ടോൺസ് എമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് എച്ച് മ്യൂ. അപ്പോൾ n ഫോട്ടോൺസിൻ്റെ എനർജി n × എച്ച് മ്യൂ എന്നാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പവർ? ഒരു സെക്കൻഡിൽ എത്ര എനർജി അല്ലേ, റേഡിയേഷൻ ഒരു എനർജി ഉണ്ടാവുമല്ലോ. ഒരു സെക്കൻഡിൽ എത്ര എനർജി എമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. റേഡിയേഷൻ എനർജി ഈസ് എമിറ്റഡ് ഇൻ 1 സെക്കൻഡ് ഫ്രം ദ സോഴ്സ്. നമ്മളതിനെ പറയുന്ന പേര് പവർ എന്നാണ്. അറിയാമല്ലോ പവർ. അപ്പോൾ n ടൈംസ് എച്ച് മ്യൂ ആയിരിക്കും. എച്ച് മ്യൂ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഫോട്ടോണിൻ്റെ എനർജി. അങ്ങനത്തെ n ഫോട്ടോൺസ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്താൽ ഒരു സെക്കൻഡിൽ വരുന്ന എന്താണ് എനർജി ഓഫ് ദ റേഡിയേഷൻ വിൽ ബി n ടൈംസ് എച്ച് മ്യൂ. ഈ ഫോർമുല എല്ലാം ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. പവർ ഈക്വൽ ടു n ടൈംസ് എച്ച് മ്യൂ ആണ്.
ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ.